ഹായ് ഡിയേഴ്സ്, ആഗ്രഹിച്ച് കാത്തിരുന്ന് ഞങ്ങൾ തുടരും മൂവി കണ്ടു. ഇതൊരു മൂവി റിവ്യൂ അല്ല, ഒരു ഡൈ ഹാർഡ് മോഹൻലാൽ ഫാനിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് എങ്ങനെ എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അത്ര ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറേ നാളുകൂടി ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ലാലേട്ടൻ്റെ പെർഫോമൻസ് കണ്ടു നിറച്ച് മനസ്സ് നിറഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോന്നു. ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അവസരത്തിൽ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ഇതിന്റെ ഡയറക്ടർ തരുൺമൂർത്തി സാറിനോടാണ്. ഇങ്ങനെ ഒരു ലാലേട്ടന്റെ പെർഫോമൻസ് കാണാൻ പറ്റിയതിന്, ഇങ്ങനെ ഒരു ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നതിന്. കാരണം ലാലേട്ടന്റെ പടങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ നമ്മളെപ്പോഴൊക്കെയോ മിസ് ചെയ്തു പോയ നമ്മുടെ പഴയ ലാലേട്ടനില്ലേ, ആ ലാലേട്ടൻ നമ്മൾ സ്ക്രീനിൽ കണ്ടു. നമുക്കൊരു ഫാൻ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, അയ്യോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നമ്മൾ എവിടേക്കോ പണ്ട് മിസ് ചെയ്ത് പോയാൽ നമ്മുടെ ആ പഴയ ലാലേട്ടനില്ലേ, അങ്ങനെ ഞാൻ സ്ക്രീനിൽ കണ്ടു. നമുക്ക് മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങി വരാം. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഐ എം എ സ്ലീപ്പേഴ്സിൽ ഫാൻ. ഞാൻ അങ്ങേരുടെ ഒരു കംബാക്ക് മൂവി പ്രതീക്ഷിച്ചിരിക്കണമായിരുന്നു. അങ്ങയുടെ ഒരു പെർഫോമൻസ് കാണാൻ കൊതിച്ചിരിക്കണമായിരുന്നു. എനിക്ക് മനസ്സ് നിറഞ്ഞു, തൃപ്തിയായി, സന്തോഷത്തോടെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഈ പടത്തിലെ എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിലൊന്ന് മെച്ചം തന്നെയാണ്. പക്ഷേ ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ മൂന്നേ പേരെ ഉണ്ടാവുള്ളൂ. അത് ദ ഫസ്റ്റ് വൺ, ദ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ. ദ സെക്കൻഡ്, ഈ ഒരു പടത്തിന്റെ സംവിധായകൻ തരുൺമൂർത്തി സാറ്, നമ്മുടെ പഴയ ലാലേട്ടൻ നമുക്ക് തിരിച്ചു തന്നതിന്. പിന്നെ മൂന്നാമത്തേത് എടുത്തു പറയേണ്ടത്, ഈ പടത്തില്ല മൂവിയില്ല വില്ലൻ പ്രകാശ് വർമ്മ സാർ. അങ്ങേരെ ഒരു പുതുമുഖ താരമായിട്ടാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങേരെ ഒരു ഡയറക്ടറാണ്, അങ്ങനെ ഒരു ഡെബ്യൂട്ട് മൂവിയാണത്. പക്ഷെ നമുക്കത് തോന്നില്ല. കാരണം അമ്മാതിരി പെർഫോമൻസ്, ലാലേട്ടന്റെ ആക്ടിങ് അത്ര പീക്ക് ലെവലിൽ എത്താൻ നിൽക്കുമ്പോ അങ്ങേരോട് കടപിടിച്ച് നിൽക്കുന്ന വില്ലൻ. ഓ, എന്തുകൊണ്ടൊരു വർത്ത് വാച്ചിങ് ആണ്. സന്തോഷമാണ്. ഇതൊരു റിവ്യൂ ഒന്നും അല്ല, ഇത് സന്തോഷമാണ്, പ്യുവർ ഹാപ്പിനെസ് ആണ്, ഒരു ലാലേട്ടൻ ഫാൻ്റെ പ്യുവർ ഇമോഷൻ ആണ്. കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അത് ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം ചില മൊമെന്റ് ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൈയടിച്ചു പോകും. ആർത്തുല്ലസിച്ച് കാണേണ്ട ഒരു പടമല്ലത്. പക്ഷെ ചില മൊമെന്റിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് കൈയടിക്കാനും വിസിലടിക്കാനൊക്കെ പ്രചോദിപ്പിക്കുന്ന കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. ഈ പടം കഴിഞ്ഞ് ഇറങ്ങി വന്ന് എല്ലാവരും ചിന്തിക്കും, കണ്ടിടാ ഞാൻ ലാലേട്ടനെന്ന്. അതെ, ഞാനും കണ്ടു എൻ്റെ പഴയ ലാലേട്ടനെ. സോ നമ്മുടെ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ തുടരും.